ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും നൂറയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, പലരും ഇവിടെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അത്രയും ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര ജാടയായിരിക്കും എന്നാണ്. പിന്നെ ഞാൻ ഇത്രയും ഡ്രസ്സ് കൊണ്ടുവന്നതാണ് എല്ലാവർക്കും അതിശയം. കാരണം ആ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാണെന്നാണ് പലരും വിചാരിച്ചത്. എന്നാൽ അത് അങ്ങനെയൊന്നും അല്ല നൂറ. ഞാൻ അതൊക്കെ സ്വന്തം സ്റ്റിച്ച് ചെയ്തതാണ് കൂടുതലും. പിന്നെ അത് മാത്രമല്ല, ഇവിടെയുള്ള പലർക്കും, ഇവിടെ ഉണ്ടായിരുന്ന പലർക്കും എൻ്റെ പല ഡീറ്റെയിൽസും അറിയണമെന്ന് വലിയ ആഗ്രഹമാണ്. പലരും എൻ്റെ പേയ്മെന്റ് അടക്കം അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇനാഗുറേഷന് പോകുമ്പോൾ എത്ര എമൗണ്ട് കിട്ടും, ഇത്ര എമൗണ്ട് കിട്ടും എന്നൊക്കെയാണ് ഇവർ പുറത്ത് പറയുന്നത്. പക്ഷെ ഞാനൊരു ചെറിയ കടയിൽ പോലും ഇനാഗുറേഷൻ ചെയ്യാൻ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും. എനിക്ക് അങ്ങനെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഒന്നുമില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് പോവാറ്. വളരെ ചെറിയ എമൗണ്ട് പോലുമാണ് ഞാൻ പലപ്പോഴും വാങ്ങാറുള്ളത്. ഞാൻ അതൊന്നും ആരോടും അങ്ങനെ പറയാറൊന്നുമില്ല. എന്തിനതൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവരെല്ലാവരും തെറ്റായ ഇമേജ് വെച്ചിട്ടാണ് എന്നെ കാണുന്നത്. അത് എനിക്ക് വലിയ സങ്കടമുണ്ട് നൂറ. നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കണമെന്ന് നമ്മുടെ അനുമോള് നൂറയുടെ അടുത്ത് പറയുന്നുണ്ട്. അനു ഒരു ഫേക്ക് കണ്ടസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.